ഹലോ ഫ്രണ്ട്സ്, ചോറ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഭയങ്കര വിശപ്പ്. അങ്ങനെ അടുക്കളയിലെ അണ്ടാവരെ നോക്കിയപ്പോൾ കൊണ്ട് ഗോതമ്പ് മാവിരിക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അതിനെ കൊണ്ടുപോയി ചപ്പാത്തിക്കൊക്കെ പരത്തി ഉരുട്ടും പോലെ ബാളാക്കി ഉരുട്ടിയിട്ട് അതിനെ കൈകൊണ്ട് ചെറുതായിട്ട് ചപ്പിച്ച് ഈ ഒരു വണ്ണത്തിൽ, ഈ ഒരു പരുവത്തിൽ നമ്മുടെ കൈവെള്ളയിൽ നിൽക്കുന്ന ആ ഒരു രീതിയിൽ ചെറുതായിട്ട് പരത്തി എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ചിരകിയ തേങ്ങ, ശർക്കര അത് രണ്ടും കൂടെ ചിരകിയിട്ട് അത് മിക്സ് ചെയ്ത് അതിനകത്ത് നിങ്ങളുടെ മധുരം എങ്ങനെയാണോ അതിനനുസരിച്ച് വെച്ച് സ്റ്റഫ് ചെയ്തു. അങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ച് വീണ്ടും ഒരു ബോളാക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ വേവിക്കാനുള്ള, തിളച്ച വെള്ളത്തിനാണ് വേവിക്കാനുള്ളത്. അപ്പോൾ തിളപ്പിക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ്, ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് അതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ വെന്തതിന് ശേഷം തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. എനിക്ക് തണുത്തിട്ട് ഇത് കഴിക്കുന്നതാണ് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. ചിലർക്കത് ചൂടോടെ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടം, എനിക്ക് തണുത്തിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ എടുത്ത് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എളുപ്പമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്